ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്ന അവരുടെ ഒരു ഇമോഷൻസും അവരുടെ ഒരു തോട്ട്സും ഒക്കെയാണ്. അതായത് എന്താണ് അവരുടെ ഹിഡൻ ഇമോഷൻസ് ആൻഡ് തോട്ട്സ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുത്തു നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു വീഡിയോയുമായിട്ട് എനർജി ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ജസ്റ്റിസ്, 3 of coins, Knight of Wands, High Priestess, 10 of coins, 9 of swords, Ace of swords, Sun energy, Queen of Wands, 4 of coins, 7 of swords, Knight of cups, 8 of cups, 4 of swords, the world energy, 3 of wands, 9 of coins, 3 of cups, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന പേജ് ഓഫ് കോയിൻസ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ നമുക്ക് ചീറ്റിംഗ് എനർജി ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ച് ഹൈഡ് ചെയ്ത് വെച്ച് ഒരു ചീറ്റ് ചെയ്തിട്ട് മാറിപ്പോയിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കണക്ട് ആകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു അവസരത്തിലും നിങ്ങൾ ഇപ്പോഴും ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് മനംമാറ്റം ഉണ്ടാകും, നിങ്ങളിലേക്ക് തിരിച്ചു വരും, നിങ്ങളെ മനസ്സിലാക്കും എന്നുള്ള രീതിക്കൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം. ഇങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണിൽ എന്തെങ്കിലുമൊക്കെ ഇമോഷൻസ് നിങ്ങളിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അവരെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് എനർജിയാണ്. നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറാതെ നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു വേദന തന്ന് കടന്നുപോയ പേഴ്സൺ ആണ് ഇവര് എന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് മറ്റാരിൽ നിന്നൊക്കെയോ ഇവരൊരു ചതിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിച്ച് അതിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഇവർ ഫേസ് ചെയ്യുന്ന ഒരു അവസരത്തിൽ അവരത് നിങ്ങളിലേക്ക് അറിയാത്ത രീതിയിൽ വളരെ ബുദ്ധിപൂർവ്വം അതിനെയൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ചതിയുടെ വേദനയിലൂടെ അവർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചതി അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾ അനുഭവിച്ച വേദന അത് എത്രത്തോളം ആണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണിത്. അപ്പൊ അത് മനസ്സിലാക്കുന്ന ഈ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആ ഒരു ഇമോഷൻസ് ഒരു രീതിയിലും നിങ്ങളിലേക്ക് അറിയരുത്, അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് മുന്നിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് അത് കംപ്ലീറ്റ്ലി തകർന്നു പോകുമോ എന്നുള്ളൊരു ഭയം ഇവരിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ ചിന്തകളിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം അവരിൽ വന്നപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ വലിയ രീതിയിലൊരു വേദന അനുഭവപ്പെടുന്നുണ്ട്.
അവരുടെ ഉള്ളിലേക്ക് ഒരുപാട് അമ്പുകൾ കുത്തിയിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ അത് എത്രത്തോളമാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടാക്കുക. നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിക്ക് വരുത്തി തീർക്കുക. അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ സ്വയം അവരെ തന്നെ പഴിക്കുന്ന ഒരു നിമിഷമാണിത്. അവർക്ക് തന്നെ അവരോടൊരു ലജ്ജ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളും നിങ്ങളുടെ person ഇവിടെ feel ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരതൊക്കെ ഇങ്ങനെ emotions ഭയങ്കരമായിട്ട് control ചെയ്യുന്നുണ്ട്. മനസാക്ഷിക്ക് വിരോധമായിട്ട് അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ടി വന്നതിൽ സ്വയമേ തന്നെ ഈ ഒരു സമയം ആ ഒരു universe നോട് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയുടെ മുന്നിൽ അവർ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിട്ട് നമുക്കിവിടെ കാണാം. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ relationship എന്ന് പറയുന്നത് നിങ്ങളൊരു family life ഒക്കെ ആവാനുള്ള സാധ്യതകൾ വളരെ strong ആണ്. husband and wife ഒക്കെ ആവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ കുഞ്ഞുങ്ങളുടെ energy ഒക്കെ വളരെ strong ആയിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവരുടെ case ലും അല്ല, ചിലവരുടെ case ൽ നിങ്ങൾ അങ്ങനെ ഒരു commitment ലൂടെ പോകുന്ന വ്യക്തികളും ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു relationship ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നീതിപൂർവം അല്ലാതെ പെരുമാറേണ്ടി വന്നതിൽ സ്വയം അവർ ലജ്ജിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുറ്റബോധം മാത്രമല്ല, സ്വയം അവർക്ക് അവരോട് തന്നെ ഒരു ലജ്ജ തോന്നുന്ന നിമിഷം. അങ്ങനത്തെ ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് നടത്താനായിട്ട്. അവർക്കൊന്ന് തുറന്ന് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതെല്ലാം നിങ്ങളോടൊന്ന് ഏറ്റു പറയണമെന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേഴ്സൺ എന്തിന്റെ പേരിലാണോ നിങ്ങളെ മാറ്റി നിർത്തിയത്, ചിലപ്പോൾ അവര് മനഃപൂർവ്വം നിങ്ങളെ ചതിച്ചവരും ഉണ്ടായിരിക്കും. സാഹചര്യം കൊണ്ട് അവർ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് നിങ്ങൾക്കൊരു വാല്യൂ നൽകാതെ അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളെ ചതിച്ചവരും ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങള് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അവർ അതൊന്നും ട്രസ്റ്റ് ചെയ്യാതെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം അത് അവരുടെ മുമ്പിലേക്ക് സത്യങ്ങളായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവർ തന്നെ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് സത്യം എന്താണ് മിഥ്യ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരുടെ ചുറ്റിനും അല്ലെങ്കിൽ ഇവരോട് ചേർന്ന് നിന്ന വ്യക്തികളിൽ എത്രത്തോളം സത്യമുണ്ട്, അതിൽ എത്രത്തോളം നല്ല വ്യക്തികൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഒരു സമയം നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരതൊന്നും കേൾക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകാതെ മാറിയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു തിരിച്ചറിവുകളും കാര്യങ്ങളും സത്യമായ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതെല്ലാം നിങ്ങളിലേക്ക് സമ്മതിച്ചു തരാനായിട്ട് അവരിലൊരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു image പൂർണ്ണമായും തകർന്നു പോകുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവരുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരിപ്പോ മറ്റൊരു മുഖമണിഞ്ഞായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു മുഖം എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ direct കാണുന്ന വ്യക്തികളൊക്കെ ആവും. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ളവരോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, മീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യാദൃശ്ചികമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഇവരെല്ലാ കാര്യങ്ങളും തിരിച്ചറിവിന്റെ പാതയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അതൊന്നും ഇവർ പുറമേലേക്ക് കാണിക്കുന്നില്ല. ഇവർക്ക് ചുറ്റും തന്നെ ഒരു ഷീൽഡ് പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു മുഖംമൂടി പോലത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പൊ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പുറമേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉള്ളിൽ ഒരുപാട് വേവുന്ന ഹൃദയത്തിലൂടെ മുന്നോട്ടേക്ക് പോകുന്നവരാണ്. ബുദ്ധിപൂർവ്വം നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വമുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവരൊന്നും അങ്ങനെ പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടില്ല എന്നാൽ നിങ്ങളെ വേണം താനും. അപ്പൊ അവരുടെ image പോകാത്ത രീതിയിൽ നിങ്ങളിലേക്ക് ഒരു communication ഒക്കെ നടത്തിയിട്ട് relationship ൽ ഇപ്പോൾ എല്ലാ രീതിക്കും ഒരു success ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഈ ഒരു ബന്ധത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കല് മറ്റെവിടെ നിന്നൊക്കെയോ നല്ല രീതിക്ക് ചതി കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് ബുദ്ധിപൂർവ്വം നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങളുടെ ബന്ധത്തിന്റെ ഈ ഒരു സാഹചര്യത്തെ പൂർണ്ണമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരിക, ഒരു സക്സസിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇറങ്ങിപ്പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതായത് സ്വയമേ നിങ്ങളെ വേണ്ട എന്നും പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഇറങ്ങി അതേ സ്പീഡിൽ തന്നെ ഇപ്പൊ തിരിച്ചു കയറി വരാൻ ആഗ്രഹിക്കുന്നവരാണ്. തിരിച്ചു കയറി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ ഇവരുണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവരിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട്
ഇവര് നിങ്ങൾക്ക് പുറകെ തന്നെയുണ്ട്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവർ അന്വേഷിക്കുന്നുണ്ട്. ചേസിങ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു സന്തോഷകരമായ പരിസമാപ്തി റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നവരാണ്. വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷെ ആ ഓർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിലും അതൊന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്നില്ല. ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നിങ്ങൾ ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആവാൻ സാധ്യതയുണ്ടെന്ന്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലവേഴ്സ് ആയിരിക്കും. നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ച്, കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഒക്കെ വേണം. റിലേഷൻഷിപ്പ് ഒരു സ്മൂത്ത് ആയിട്ട് തന്നെ ലൈഫ് ലോങ് കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ. അപ്പൊ പകുതി വെച്ചിട്ട് ഇവര് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണെങ്കിൽ ഇപ്പൊ ഇവരായിട്ട് തന്നെ വീണ്ടും നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പരസ്പരമുള്ള കണക്ഷൻ വീണ്ടെടുക്കണം എന്നൊരു ചിന്തകൾ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ എത്ര എഫേർട്ട് എടുക്കാനും തയ്യാറെടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ആ ഒരു മനോഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇവർ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ചിന്തകളിൽ നിങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ നിങ്ങളെ വേണം. പക്ഷേ എല്ലാ രീതിയിലും ഇവർ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ ഒന്നും അല്ലാതെ ആയി പോയി എന്നുള്ള ഫീൽ നിങ്ങൾക്ക് തോന്നരുത്. അപ്പൊ അവരുടെ ഒരു ഈഗോ തന്നെയാണ് അതിനുള്ള ഒരു പ്രധാന കാരണം. കുറച്ചൊരു കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണിത്. അതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പൊ എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള രീതിയല്ല. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചധികം ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ തകർച്ചകളൊക്കെ പൂർണ്ണമായും കാണിക്കാത്ത രീതിയിൽ എന്നാൽ കുറച്ചൊക്കെ നിങ്ങളിലേക്ക് കാണിക്കുകയും വേണം. എല്ലാം നിങ്ങളോടൊന്ന് തുറന്നു പറയുകയും വേണം. ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറയാൻ തയ്യാറാണ്. കാരണം നീതി നൽകണം എന്നൊരു ചിന്തകൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ നേടണം എന്നൊരു ചിന്തയും ഇവിടെ വന്നിട്ടുണ്ട്. മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് weak ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും സത്യസന്ധമായ രീതിയിൽ തന്നെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്നൊരു ചിന്ത, അതൊരു പോസിറ്റീവ് മാറ്റം തന്നെയാണ്. കാരണം അവരിപ്പോ ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഇമോഷൻസ് എല്ലാ രീതിക്കും അവർ തകർന്നു പോയി എന്നുള്ളത് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബന്ധത്തിൽ സത്യസന്ധമായ രീതിയിൽ ഇനി മുന്നോട്ടേക്ക് പ്രവർത്തിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു ഡിസിഷൻ അത് അവർ എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരുടെ ഇമോഷൻസ്, ഇവിടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈഗോ കാര്യങ്ങൾ മാത്രമല്ല, ഇവർ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാടിക്കേറി നിങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് വിശ്വസിച്ച് അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു ക്യാരക്ടറിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് അവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ഒരു പ്രണയം, അട്രാക്ഷൻ, ഒരു കണക്ഷൻ അതെല്ലാം തോന്നുന്നുണ്ട്. ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേരിട്ട് കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചേഞ്ച്, അല്ലെങ്കിൽ അവർ ഇപ്പോഴായിരിക്കും നിങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി കാണില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. ഇവരായിട്ട് തന്നെ എടുത്തൊരു wrong decision കാരണമാണല്ലോ ഇവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയിരിക്കുന്നത് എന്നുള്ള ചിന്തകളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു സെലിബ്രേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലൂടെയൊക്കെ മുന്നോട്ടേക്ക് പോകാൻ കൊതിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണും അവരുടെ പാർട്ട്ണറിന്റെ ഒരു സ്ഥാനത്ത് തന്നെ നിങ്ങൾ തന്നെ വേണമെന്നുള്ള ആഗ്രഹമാണ്. അത്രത്തോളം ഒരു റൊമാൻസ് കാര്യങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. വളരെ സർപ്രൈസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിക്കുന്നവരാണ്. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയോട് ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഒരു സമയത്ത് ഇവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത്, അല്ലെങ്കിൽ ഇവര് എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ഇവര് കേൾക്കാൻ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ സത്യമായിരുന്നു എന്ന് തെളിയുന്ന ഈ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ആത്മാർത്ഥമായ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവരോട് പറയാനുള്ള മനസ്സുണ്ടായത്. അതുകൊണ്ട് ഇനിയെങ്കിലും സ്വന്തം intuition അനുസരിച്ച്, സ്വന്തം മനസാക്ഷി അനുസരിച്ച് റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം. മാത്രവുമല്ല നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സെലിബ്രേഷൻ, ഒരു കമ്മിറ്റ്മെന്റ് നടത്തുക. നിങ്ങളിലേക്ക് ഒരു വിശ്വാസം നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. അപ്പൊ നിങ്ങളെ വിശ്വസിക്കാതെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്തൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കരമായൊരു ട്രസ്റ്റ് അവർക്ക് അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത് നിങ്ങളിലേക്കാണ്. അങ്ങനെ ഒരു ട്രസ്റ്റ് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. മാത്രവുമല്ല അവരുടെ ഒരു ലൈഫിന്റെ ബാക്കിയുള്ള ഭാഗം മുഴുവൻ അത് കംപ്ലീറ്റ്ലി ജീവിച്ചു തീർക്കേണ്ടത്, അതായത് അവരുടെ ഒരു ഡെസ്റ്റിനി
അത് നിങ്ങളാണ്. കാരണം ഇവിടെ വേൾഡ് എനർജി എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ആ ഒരു സന്തോഷകരമായ പരിസമാപ്തിയാണ്. എന്നുവെച്ചാൽ അവരുടെ ലൈഫ് നിങ്ങളുടെ കൂടെയാണ് ഇനി മുന്നോട്ടേക്ക് വേണ്ടത് എന്നുള്ളത് അവരായിട്ട് തന്നെ ഡെസിഷൻ എടുക്കുന്ന ഒരു സമയം. മാത്രമല്ല നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹൈഡ് ഒക്കെ ചെയ്ത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അവർ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹൈഡ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു സമയം അവർ നിങ്ങളിലേക്ക് ആ ഒരു സീക്രട്സ് കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യാനായിട്ട് തയ്യാറാണ്. അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ വേണം. സത്യസന്ധമായ രീതിയിൽ തന്നെ എല്ലാം തുറന്നു പറയണം. ഒരു പക്ഷേ നിങ്ങൾ അത് കേട്ട് കഴിയുമ്പോൾ അവരോട് പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് ചില സമയത്ത് അവരുടെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ സമ്മതിക്കുമായിരിക്കില്ല. കാരണം പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എടുത്തുചാട്ടമൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ എല്ലാം നിങ്ങളോട് തുറന്നു പറയുമ്പോൾ എത്ര ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ എങ്കിലും അവരുടെ മനസ്സിനെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് പറഞ്ഞോട്ടെ. കാരണം നിങ്ങളുടെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പെയിൻ അത്രത്തോളം വലുതാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സാഹചര്യം വേണ്ടി വന്നു. അപ്പൊ ഇപ്പൊ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവരും അതേ പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പെയിനിലൂടെ അവർ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ആ ഒരു സീക്രട്സ് കാര്യങ്ങളെല്ലാം ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ ഒരു ഇലയ്ക്കും മുള്ളിനും കേട് വരാത്ത രീതിയിൽ എന്നാൽ നിങ്ങളോട് എല്ലാം തുറന്നു പറയുകയും ചെയ്യുക. ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവരായിട്ട് തന്നെ ഇപ്പൊ ഒരുപാട് വിഷ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്. അതുപോലെ ഇതിനെ വീണ്ടും ഒന്ന് പാച്ചപ്പ് ചെയ്ത് എടുക്കുക. ഈ ഒരു ഒറ്റപ്പെടല് കാര്യങ്ങള് ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒറ്റപ്പെടലിൽ നിൽക്കുന്ന സാഹചര്യമായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അതേ രീതിയിലുള്ള പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തില് ഒരു റീകൺസിലേഷൻ കൊണ്ടുവരണം. ആ ഒരു സന്തോഷവും സമൃദ്ധിയൊക്കെ റിലേഷൻഷിപ്പിൽ എഗെയിൻ കൊണ്ടുവരണം. നിങ്ങളിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വരിക. സർപ്രൈസ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ഇവർ ഒരുപാട് സർപ്രൈസ് നിങ്ങൾക്ക് തന്നിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനും ഒക്കെ ഉള്ള മനസ്സ് ഇവരിലുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊന്നും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇവർ നിങ്ങളിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വന്ന് അതെല്ലാം നിങ്ങളിലേക്ക് കാണിക്കുക എന്നുള്ള മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇവിടെ അവർ മറയ്ക്കാൻ ശ്രമിക്കുന്ന ഹിഡൻ ഇമോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അവർ നേരിടേണ്ടി വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ്. അവർക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റ്, ആ ഒരു തെറ്റ് അവരിപ്പോ ഒരുപാട് മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അവര് പൂർണ്ണമായിട്ട് മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളിലേക്ക് അടുത്ത് ഇടപഴകി കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അത് തുറന്നു പറയാനും സാധ്യതകളുണ്ട്. സഡൻ ആയിട്ട് എന്തായാലും നിങ്ങളിലേക്ക് ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ അവരെല്ലാം ഒറ്റയടിക്ക് തുറന്നു പറയാനുള്ള സാധ്യതകൾ ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് കാണിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സണലി കുറച്ച് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് കുറച്ചധികം കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. എങ്കിലും വൈകാരികപരമായിട്ട് സമാധാനപരമായ ഒരു ജീവിതം അത് നിങ്ങളുടെ ബന്ധത്തിൽ വേണമെന്ന് ചിന്തിക്കുന്നുമുണ്ട്. കാരണം യഥാർത്ഥമായ സ്നേഹം കയ്യിലിരുന്നപ്പോൾ അത് കാണാതെ ഇല്ലാത്ത സ്നേഹത്തിന്റെ പുറകെ പോയ വ്യക്തികളും ഉണ്ടായിരിക്കും. അപ്പൊ പോയി കഴിഞ്ഞപ്പോഴേക്കുമാണ് മനസ്സിലായിരിക്കുന്നത് തന്റെ തെറ്റായ ഡിസിഷൻ അല്ലെങ്കിൽ താൻ വെറുതെ ഭ്രമിച്ചു പോയതാണ്. യഥാർത്ഥമായ ഒരു സ്ഥലത്തേക്കല്ല പോയത്. ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ടെംപ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്ന സാഹചര്യമാണത്. അപ്പൊ ആ ഒരു തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുമുണ്ട്. എന്നാൽ അത് കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വാർത്ഥത അവരെ ബാക്കിലേക്ക് വലിക്കുന്നുമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വ്യക്തിയിൽ ഇവിടെ ഒരു കർമ്മ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരിപ്പോ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു സ്പ്രെഡിലേക്ക് വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് അതിലൂടെ മാത്രമല്ല നിങ്ങളുടെ ഒരു എനർജി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ കുറച്ച് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നവരാണ്. ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സാഹചര്യം കൊണ്ട് ഈ ഒരു പേഴ്സണെ ഇപ്പൊ നിങ്ങൾ കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ ഡയറക്റ്റ് കണ്ടില്ലെങ്കിൽ പോലും ഒരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഇവരിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇടയിൽ മാനസികപരമായിട്ടൊരു ബോണ്ടിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടെലിപ്പതി കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ സാഹചര്യങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തികളാണ്.
അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. കാരണം അവർക്ക് അറിയാം നിങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ അവരുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ഫീലിങ്സുകള്, ചിന്തകള്, ഇതിനെയെല്ലാം അവർ മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഇവരിപ്പോ ചിന്തിക്കുന്ന മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബുദ്ധിപൂർവ്വം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. പതുക്കെ പതുക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നിങ്ങളിലേക്ക് അടുക്കുക. അതിനുശേഷം സാഹചര്യം കാര്യങ്ങൾ എല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് റിവീൽ ചെയ്യുക. ഈ ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും പറയില്ല എന്നൊരു മീനിങ് അല്ല വരുന്നത്. സഡൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇവർക്ക് കുറച്ചൊരു മടിയും കാര്യങ്ങളും ഉള്ള വ്യക്തികളാണ്. എങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മനോഭാവത്തിലല്ല, വീണ്ടെടുക്കണം എന്നൊരു ചിന്തകളാണ്, അല്ലെങ്കിൽ അത്രത്തോളം പ്രതീക്ഷകളിലൂടെ നോക്കിക്കാണുന്നവരാണ്. വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വീണ്ടും ഒന്ന് പാച്ചപ്പ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷണൽ ഫീലിങ്സ് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ എന്ത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആകുന്നത്, അവരുടെ ഒരു ഹിഡൻ ഇമോഷൻ തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായി തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. പാലക്കാട്, R എന്നൊരു ലെറ്റർ, ഇടുക്കി, 27 U എന്നൊരു ലെറ്റർ, S, കൊല്ലം 4 എന്നൊരു നമ്പർ, O എന്നൊരു ലെറ്റർ, P എന്നൊരു ലെറ്റർ, വിർഗോ, K എന്നൊരു ലെറ്റർ, കൊല്ലം എഗെയിൻ വന്നിട്ടുണ്ട്, H എന്നൊരു ലെറ്റർ, 42 R എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, N എന്നൊരു ലെറ്റർ, അശ്വതി, ബാംഗ്ലൂർ, H, രോഹിണി, ഏപ്രിൽ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന തൃക്കേട്ട എന്നൊരു സ്റ്റാർ ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.